ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുക്കരുത് എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചു തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ സൗഹൃദവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ. അത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവർ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യങ്ങളും അവർ പുറത്ത് പറയുകയും അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയും എല്ലാം ചെയ്യും. അങ്ങനെ ചിലപ്പോൾ നമുക്കത് ജീവനിൽ തന്നെ ഭീഷണിയാവും ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം എന്നുവെച്ചാൽ സ്വർണം പണയം വെക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരിയും അതുപോലെ തന്നെ മഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരിയും അവിടെ പണയം വെച്ച 70 പവൻ സ്വർണം അവരുടെ ഉറ്റ സഹചാരിയായ അവരുടെ സുഹൃത്തായ സിന്ധു എന്ന് പറയുന്ന യുവതിക്ക് മറിച്ച് കൊടുക്കുകയാണ് പണയം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ അറിയാതെയാണ് ഈ 70 പവൻ ഈ സിന്ധുവിന് ഇവർ മറിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം എത്രമാത്രം ദൃഢമായിരിക്കും. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ അത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ, മാസങ്ങൾ കഴിയുന്നതോടുകൂടി ഈ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഈ സ്വർണ്ണപ്പണയ സ്ഥാപനമായ സൂര്യ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് സ്വർണം കൊടുക്കാൻ അവിടെ സ്വർണ്ണമില്ലാത്തൊരവസ്ഥ വരുന്നു. ചില ആൾക്കാർക്കൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഫണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് സ്വർണത്തിൻ്റെ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കി അവർ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ സിന്ധു നാട്ടിൽ നിന്നും ഈ തട്ടിയ സ്വർണവുമായിട്ട് അമേരിക്കയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഇവർ ആ സിന്ധുവിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ആ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ ആ സ്വർണം തിരിച്ചു തരണം. തീർച്ചയായിട്ടും ഇടപാടുകാർ വന്നു തുടങ്ങി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പോയി ചത്തോളാനാണ് അവരുടെ ഉറ്റ സുഹൃത്തായ സിന്ധു അവർക്ക് മറുപടി കൊടുത്തത്. പിന്നെ അവരുടെ മുന്നിൽ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ടുപേരും ഷാർജ ഷെയ്ക്ക് വാങ്ങുന്നു. അതിൽ എലിവേഷം കലർത്തി രണ്ടാളും കഴിക്കുന്നു. വീട്ടിലെത്തിയതിനു ശേഷം രണ്ടുപേർക്കും ശാരീരിക അസ്വസ്ഥതകൾ തുടരുന്നു, ഛർദിൽ വരുന്നു, വയറുവേദന വരുന്നു. വീട്ടുകാരോട് എന്നിട്ടും അവർ പറയുന്നില്ല. അങ്ങനെ വിഴിഞ്ഞത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ആക്കുകയാണ്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ അഞ്ജു എന്ന് പറയുന്ന സഹോദരി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു, മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവരുടെ കുടുംബക്കാരും അവരുടെ ഭർത്താവും മകനടക്കം ഇപ്പോൾ ഏതായാലും ഈ തട്ടിച്ച സിന്ധുവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടുപേരിൽ ഒരാളായാണ് അഞ്ജു, രണ്ടാമത്തെ ഐശ്വര്യ എന്ന് പറയുന്ന ആൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ് കഴിയുന്നത്. അപകടനില തരണം ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് അവർ ഈ പണ്ടം അല്ലെങ്കിൽ സ്വർണം എടുത്തിട്ട് ആ സഹോദരിക്ക് പണയം വെക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഈ സിന്ധു എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൻ്റെ മുന്നേയും സ്വർണം തട്ടിച്ച കേസിലെ ഒരു പ്രതിയാണ്. പക്ഷേ അതൊന്നും അവർക്കറിയില്ലായിരുന്നു. അവരെയും തട്ടിച്ച് ഈ സ്വർണം കൊണ്ട് അമേരിക്കയിലേക്ക് സിന്ധു കടക്കുന്നതാണ്. അതിനുശേഷം ഈ സ്ഥാപന ഉടമ ഇതറിയുന്നതോടുകൂടിയാണ് ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമാവുന്നത്. ആ സ്ഥാപന ഉടമ പെട്ടെന്ന് തന്നെ സ്വർണം തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവരുടെ മുന്നിൽ മരിക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാത്ത സമയത്ത് ഈ സിന്ധുവിനോട് ചോദിച്ചിട്ട് പോലും ഒന്നും തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, പോയി ചത്തോളാനാണ് അവർ ഇവർക്ക് ഉപദേശം കൊടുത്തത്. അതിനുശേഷം അവർ മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ മരണമടഞ്ഞത്. തീർച്ചയായും നമുക്കിതുമായി ബന്ധപ്പെട്ട ആ വാർത്ത നമുക്കത് കാണാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ജുവും ഐശ്വര്യയും ഷാർജ ഷെയ്ഖിൽ എലിവിഷൻ കലർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഒരാഴ്ചയോളമായി ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് അഞ്ജു മരണത്തിന് കീഴടങ്ങിയത്. അഞ്ജുവിനോടൊപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെങ്ങാനൂർ സ്വദേശിനി ഐശ്വര്യയുടെ നില ഗുരുതരമായി തുടരുകയാണ്. സ്വകാര്യ ധനയിടപാട് സ്ഥാപനത്തിന്റെ വിഴിഞ്ഞം ശാഖയിലെ ജീവനക്കാരാണ് അഞ്ജുവും ഐശ്വര്യയും. ഇരുവരുടെയും അടുത്ത സുഹൃത്തായ പനങ്ങോട് സ്വദേശിനിക്ക് ഉടമ അറിയാതെ സ്ഥാപനത്തിൽ നിന്ന് 70 പവൻ സ്വർണം മറിച്ചു നൽകി. ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന ആളുകളുടെ സ്വർണമാണ് സിന്ധുവിന് ഇവർ നൽകിയത്. പണയം വെച്ചവർ സ്ഥാപനത്തിലെത്തിയതോടെ അഞ്ജുവും ഐശ്വര്യയും പലരോടും കടം വാങ്ങി കുറച്ചു പേർക്ക് സ്വർണത്തിന്റെ പണം നൽകി. സ്ഥാപന ഉടമ സംഭവം അറിഞ്ഞതോടെയാണ് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മരിച്ച അഞ്ജുവിന്റെ മകൻ, ഗുരുതരാവസ്ഥയിലുള്ള ഐശ്വര്യ എന്നിവരുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോലീസ് രേഖപ്പെടുത്തി. അഞ്ജുവിന്റെ സഹോദരനും ഭർത്താവും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ഏതായാലും ഇതുമായി ബന്ധപ്പെടുത്തി പോലീസ് ഇപ്പോൾ അഞ്ജുവിൻ്റെ മകനെയും അതുപോലെ തന്നെ ഭർത്താവിനെയും എല്ലാം ചോദ്യം ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും ഈ സ്വർണ്ണ തട്ടിപ്പിൻ്റെ പ്രമുഖ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിന്ധു എന്ന് പറയുന്ന യുവതി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. 20 പവൻ സ്വർണം അവരുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ 50 പവൻ സ്വർണം ഐശ്വര്യയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടാണ് അവർ മുങ്ങിയത്. അങ്ങനെയാണ് ഈ മൊത്തം 70 പവനിലേക്ക് എത്തുന്നത്. ഇവർ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറയുന്ന പോലെ സൂര്യ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ പണയ വ്യാപാര കേന്ദ്രത്തിലാണ് ഇവർ പണിയെടുക്കുന്നത്. അവിടെ വെച്ചാണ് ഇവർ തിരിമറി നടത്താൻ വേണ്ടിയിട്ട് 70 പവൻ സ്വർണം ഈ സിന്ധുവിന് കൈമാറുന്നതും ആ സ്വർണ്ണ കൈക്കലാക്കിയ ശേഷം അമേരിക്കയിലേക്ക് കടക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സിന്ധു എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ മുന്നേയും ഇത്തരത്തിൽപ്പെട്ട കളവ് കേസുകളിലെ പ്രതിയാണ്. ഒന്നാമത്തതോ രണ്ടാമത്തതോ കേസല്ല, ഇതൊരു മൂന്നാമത്തെ കേസാണ് എന്നാണ് പറയുന്നത്. ആ സുഹൃത്ത് ബന്ധത്തിലുണ്ടായ ഒരു വിശ്വാസം അവർ മുതലെടുക്കുകയും അങ്ങനെ അവരെ പറഞ്ഞു പറ്റിക്കുകയും അതിനുശേഷം ഈ സ്വർണം കൊണ്ട് കടന്നു കളയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലെ ഉടമയോ ഒന്നും അറിയാതെ ഒരിക്കലും ഈ കടയിൽ നിന്നായാലും വേണ്ടിയില്ല, സ്ഥാപനത്തിൽ നിന്നായാലും വേണ്ടിയില്ല, ഒരു പണമിടപാടുകളും നിങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പറഞ്ഞ ടൈമിന് പണമോ അല്ലെങ്കിൽ പൊന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എത്തിക്കാൻ വേണ്ടി സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോടോ നിങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെയാണ് അഞ്ജു എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഇന്ന് അവരുടെ കുടുംബത്തിനും നമുക്കും കേരളക്കാർക്കും എല്ലാം നഷ്ടമായിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. അവൾ നാളെ തിരിച്ചു കൊടുത്താൽ തീരുന്നത് മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നം. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ജീവൻ പോയി, അതുപോലെ തന്നെ മകൻ പോയി, കുടുംബം പോയി, എല്ലാം പോയിരിക്കുകയാണ്. കാരണം ഒരു സഹായം ചെയ്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ പണ ഇടപാടുകൾ നടത്താതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇളയ അഭിപ്രായം. നിങ്ങൾ ആരെയും സഹായിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതുകൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.